വിഷന്റെ ന്യൂസ് അറ്റ് 9 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട വിവിധ ഭാഗങ്ങളിൽ മോഷ്ടാക്കളുടെ ശല്യം വർദ്ധിക്കുന്നതായി പരാതി. ആര്യമ്പാവ്, നാട്ടുകൽ എന്നിവിടങ്ങളിലാണ് കൂടുതലായി മോഷണ ശ്രമങ്ങളും നടക്കുന്നത്. കടകൾ കേന്ദ്രീകരിച്ചുള്ള മോഷണങ്ങളാണ് തുടർച്ചയായി നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ആര്യമ്പാവ് ജസീമിൻ്റെ ഉടമസ്ഥയിലുള്ള CP തുണിക്കടയിൽ മോഷണം നടന്നു. തുണികൾ പൂർണ്ണമായി വലിച്ചിട്ട് ശേഷമാണ് മോഷണം നടന്നിട്ടുള്ളത്. രാത്രി 11-ന് കട അടച്ചു പോയ ശേഷം പുലർച്ചെ 1:40-നാണ് മോഷ്ടാവ് അകത്ത് കയറിയിട്ടുള്ളതെന്ന് CCTVയിൽ നിന്നും മനസ്സിലാകുന്നുണ്ട്. സമീപത്തുള്ള അൽബർഗ് ഹോട്ടലിലും മോഷണ ശ്രമം നടന്നിട്ടുണ്ട്. ഹോട്ടലിലെ നേർച്ചപ്പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഒരാഴ്ച മുമ്പ് നാട്ടുകൽ ഭാഗത്തും കട കുത്തി തുറന്ന് പണം അപഹരിച്ചിട്ടുണ്ട്. വാഹനാപകടം, മണ്ണാർക്കാട് സ്വദേശി മരിച്ചു. മലപ്പുറം മഞ്ചേരി വള്ളുവങ്ങാട് മദ്രസയുടെ സമീപത്ത് വെച്ചുണ്ടായ അപകടത്തിൽ മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ സ്വദേശി മരിച്ചു. ടിപ്പറും സ്കൂട്ടറും ഇടിച്ചാണ് അപകടമുണ്ടായത്. കാഞ്ഞിരപ്പുഴ വാരിയങ്ങാട്ടിൽ VM അബ്ദുൽ അസീസാണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. ഇന്ന് വൈകിട്ടാണ് അപകടമുണ്ടായത്. വടംവലി മത്സരത്തിൽ നിന്നും ലഭിച്ച സമ്മാനത്തുക ചികിത്സാ നിധിയിലേക്ക് സംഭാവന ചെയ്തു. ചെത്തല്ലൂർ തെക്കുമുറി 13-ാം വാർഡിൽ ഓണാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന വടംവലി മത്സരത്തിൽ നിന്ന് ലഭിച്ച പൈസ മുഴുവനും കണ്ണത്ത് മോഹനൻ്റെ ചികിത്സാ നിധിയിലേക്ക് സംഭാവന നൽകി യുവതികളും യുവാക്കളും മാതൃകയായി. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ മികച്ച സംരംഭകനായ ഇംപെക്സ് മാറ്റേഴ്സിൻ്റെ ചെയർമാനും MG ഡയറക്ടറുമായ A. അബ്ദുൽ സലാമാണ് വടംവലിയിൽ വിജയിച്ച ടീമിന് ക്യാഷ് നൽകിയത്. തുടർന്ന് കിട്ടിയ തുക മുഴുവനും ചികിത്സാ നിധിയിലേക്ക് സംഭാവനയായി നൽകുകയും ചെയ്തു. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.